ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ആശാപ്രവർത്തകരുടെ ഇൻസെന്റീവ് വർധന പരിഗണനയിലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി രാജ്യസഭയിൽ. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി മന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയം. കർഷകർക്കായുള്ള പുതുക്കിയ രാഷ്ട്രീയ ഗോകുൽ മിഷന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പദ്ധതിയുടെ ആകെ വകയിരുത്തൽ 3400 കോടി രൂപ. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരത് അന്തരീക്ഷ് സ്റ്റേഷൻ 2035 സ്ഥാപിക്കുന്നത് പരിഗണനയിലെന്ന് കേന്ദ്ര സർക്കാർ. ഗാസയിലെ സ്ഥിതിഗതികളിൽ ആശങ്ക അറിയിച്ച് ഇന്ത്യ. അഭയാർത്ഥികളെയെല്ലാം മോചിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകി. രാജ്യത്തുടനീളമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകുന്നതിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും മന്ത്രി ചർച്ചയിൽ ആവർത്തിച്ചു. NHM സ്റ്റിയറിംഗ് കമ്മിറ്റി ഇക്കാര്യം ശുപാർശ ചെയ്തതായും കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ കഴിഞ്ഞ 38 ദിവസമായി സമരം തുടരുന്ന ആശാപ്രവർത്തകരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ രണ്ടാംഘട്ട ചർച്ചയും പരാജയം. ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിന്ന് ആശാപ്രവർത്തകരെ മാറ്റുകയും അത് സംബന്ധിച്ച് ഗൈഡ് ലൈനിൽ മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്യണമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഈ ആഴ്ച തന്നെ ഞാൻ പോയി കണ്ട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. തങ്ങളുടെ ആവശ്യങ്ങളൊന്നും സംസ്ഥാന സർക്കാർ അംഗീകരിച്ചില്ലെന്നും സമരം തുടരുമെന്നും ആശാപ്രവർത്തകർ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപങ്ങൾ ചിട്ടയായ രീതിയിൽ പൊതുതാൽപര്യത്തിനായി വിനിയോഗിക്കുന്ന തരത്തിൽ ഒരു ദേശീയ നയം കൊണ്ടുവരണമെന്ന് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ ജഗ്ദീപ് ധൻകർ. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തെരഞ്ഞെടുപ്പ് പ്രലോഭനങ്ങളായി മാറിയിരിക്കുകയാണെന്നും പുതിയ സർക്കാരിനെ ഇത് അസ്വസ്ഥമാക്കുന്നുവെന്നും അദ്ദേഹം രാജ്യസഭയിൽ ശൂന്യവേളയിൽ അഭിപ്രായപ്പെട്ടു. 2035 ഭാരത് അന്തരീക്ഷ് സ്റ്റേഷൻ എന്ന ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നത് പരിഗണനയിലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2040ഓടെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ചന്ദ്രനിൽ ഇറങ്ങുമെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. भारत की योजना है कि हमारा एक अपना अंतरिक्ष स्टेशन हो जिसका हम नाम भारत अंतरिक्ष स्टेशन रखें और यदि सब कुछ योजना अनुसार चलता रहा तो सन 2040 को एक भारतीय मूल का व्यक्ति चांद पर उतारने की भी योजना है. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ ദൌത്യത്തിന്റെ പരീക്ഷണ പറക്കൽ ഈ വർഷം അവസാനത്തോടെ ഉണ്ടാകുമെന്നും ശ്രീ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. രാജ്യത്ത് ഭീകരപ്രവർത്തനങ്ങളിൽ ഗണ്യമായ കുറവ് വന്നതായി കേന്ദ്ര സർക്കാർ. ഭീകരവാദത്തിനെതിരെ സർക്കാർ സ്വീകരിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇതിന് സഹായകമായതെന്നും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് രാജ്യസഭയിൽ അറിയിച്ചു. തീവ്രവാദം പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഓൺലൈൻ ചൂതാട്ടം, വാതുവെപ്പ് തുടങ്ങിയവ മികച്ച രീതിയിൽ നിയന്ത്രിക്കാൻ സാധിച്ചതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കഴിഞ്ഞ വർഷം 1097 വാതുവെപ്പ് ചൂതാട്ട വെബ്സൈറ്റുകൾ നിരോധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളെക്കുറിച്ച് സമൂഹത്തിന് കൂടുതൽ അവബോധമുണ്ടായിട്ടുണ്ടെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. കർഷകർക്കായുള്ള പുതുക്കിയ രാഷ്ട്രീയ ഗോകുൽ മിഷന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പദ്ധതിക്കായി 3400 കോടി രൂപ വകയിരുത്തിയതായി ന്യൂഡൽഹിയിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പദ്ധതിയിലൂടെ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. राष्ट्रीय गोकुल मिशन 3400 करोड़ का, इसमें बेसिकली कैसे हम मिल्क प्रोडक्शन की प्रोडक्टिविटी बढ़ाएं उसके ऊपर काम किया गया है. इसमें आर्टिफिशियल इंसेमिनेशन और इन विट्रो फर्टिलाइजेशन, इन दोनों पे काम करना है. इंसेमिनेशन के पूरे इंफ्रास्ट्रक्चर को, पूरे नेटवर्क को कैसे बढ़ाना, उस पे बहुत बड़ा जोर दिया जाएगा, जिससे कि किसानों को अपने गांव में ही या गांव के आसपास ही सबसे जितनी हो सके सुविधाएं मिल सके. ചെറിയ തുകയ്ക്കുള്ള ഭീം UPI ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പാരിതോഷിക പദ്ധതിയും കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. ഇന്ത്യ AI മിഷനും ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൌണ്ടേഷനും തമ്മിൽ ധാരണാപത്രം ഉടൻ ഒപ്പുവയ്ക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ ബിൽ ഗേറ്റ്സുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡയും ബിൽ ഗേറ്റ്സുമായി കൂടിക്കാഴ്ച നടത്തി.
രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനത്തിൽ ഉദ്യം ഉത്സവിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തിന്റെ ഊർജ്ജസ്വലമായ പൈതൃകത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാനും അതിലൂടെ MSMEകളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ലക്ഷ്യം. MSME മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടി ഈ മാസം 30-ന് സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗാസയിലെ സ്ഥിതിഗതികളിൽ ആശങ്ക അറിയിച്ച് ഇന്ത്യ. അഭയാർത്ഥികളെയെല്ലാം മോചിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ മാനുഷിക സഹായം തുടരണമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ദേശസുരക്ഷ മുൻനിർത്തിയാണ് ലോകരാജ്യങ്ങൾ വ്യാപാര തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ന്യൂഡൽഹിയിൽ റെയ്സിന ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരക്ഷിതവും വിശ്വസനീയവുമായ പങ്കാളിത്തങ്ങൾക്കാണ് രാജ്യങ്ങൾ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇന്ത്യയുടെ വ്യാപാര രംഗത്തെക്കുറിച്ച് വിശദീകരിച്ച ശ്രീ ജയശങ്കർ, രാജ്യം യൂറോപ്യൻ യൂണിയൻ, UK, US എന്നീ രാജ്യങ്ങളുമായി 3 വലിയ വ്യാപാര ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും പറഞ്ഞു. The world today makes business decisions factoring in national security in a manner in which it did not do so before. If you are today looking at this serious, the strategic level, the business conversations, you keep hearing resilience, reliability, trust, transparency. So you want to do business more and more with those with whom you are secure. കണ്ണൂർ തലശ്ശേരി മണോളിക്കാവ് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുണ്ടായ സംഘർഷം സംബന്ധിച്ച ഉപക്ഷേപ നോട്ടീസ് തള്ളിയ സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വിഷയം പൊതുപ്രാധാന്യമർഹിക്കാത്തതും അടിയന്തര സ്വഭാവമില്ലാത്തതുമായതിനാൽ നോട്ടീസ് അനുവദിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു. സർക്കാരിന് അപ്രിയമായ കാര്യങ്ങൾ സഭയിൽ കൊണ്ടുവരുന്നത് സമ്മതിക്കില്ല എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വയനാട് പുനരധിവാസത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മേപ്പാടി പഞ്ചായത്തിലെ 7 കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട 14 കുട്ടികൾക്കും പഠന ആവശ്യത്തിനായി 10 ലക്ഷം രൂപ അനുവദിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ റെയിൽപാതയുടെ DPR-നും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കുന്നതിനുള്ള കർമ്മസമിതി എത്രയും വേഗം രൂപീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. സമിതിയുടെ കരട് രൂപം 7 ദിവസത്തിനകം അറിയിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കും. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം. ഈ മാസം 27 വരെ നീളുന്ന ഗെയിംസിന്റെ ഗാനം, ഭാഗ്യചിഹ്നം, ലോഗോ എന്നിവ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സാന്നിധ്യത്തിൽ ഇന്നലെ പ്രകാശനം ചെയ്തു. 6 ഇനങ്ങളിലായി 1300-ലധികം പാരാ അത്ലറ്റുകൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 148 പോയിന്റ് ഉയർന്ന് 75,449-ലും നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 22,908-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കൂടി. പവന് 320 രൂപ കൂടി 66,320 രൂപയും ഗ്രാമിന് 8,290 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിന്റെ ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 22, 23 തീയതികളിൽ കേരളത്തിലെ 4 ജില്ലകളിലായി നടക്കും. സംസ്ഥാനതല മത്സരം 25-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. പശ്ചിമബംഗാളിൽ ഒറ്റക്കൊമ്പൻ റൈനോകളുടെ എണ്ണം 229-ൽ നിന്ന് 392-ആയി വർദ്ധിച്ചു. ഈ മാസം 5, 6 തീയതികളിൽ 396 ചതുരശ്ര കിലോമീറ്ററിൽ നടത്തിയ കണക്കെടുപ്പിലാണ് ഇത് കണ്ടെത്തിയത്. രാഷ്ട്രത്തിന് എപ്പോഴും പ്രഥമ സ്ഥാനം നൽകണമെന്നും ഐക്യത്തോടെയും സത്യസന്ധതയോടെയും കടമകൾ നിർവഹിക്കണമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ മേജർ ബോബ് ഖാത്തിങ്ങിന്റെ അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധീരതയിലൂടെ രാജ്യചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച മഹത് വ്യക്തിയായിരുന്നു മേജർ ഖാത്തിങ് എന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ആശാപ്രവർത്തകരുടെ ഇൻസെന്റീവ് വർധന പരിഗണനയിലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി രാജ്യസഭയിൽ. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി മന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയം. കർഷകർക്കായുള്ള പുതുക്കിയ രാഷ്ട്രീയ ഗോകുൽ മിഷന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പദ്ധതിയുടെ ആകെ വകയിരുത്തൽ 3,400 കോടി രൂപ. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരത് അന്തരീക്ഷ് സ്റ്റേഷൻ 2035-ൽ സ്ഥാപിക്കുന്നത് പരിഗണനയിലെന്ന് കേന്ദ്ര സർക്കാർ. ഗാസയിലെ സ്ഥിതിഗതികളിൽ ആശങ്ക അറിയിച്ച് ഇന്ത്യ. അഭയാർത്ഥികളെയെല്ലാം മോചിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം.
ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.